വാസുട്ടിനെ ഒന്നും പറയണ്ട, ഞാൻ പറയാം. വണ്ടി നിന്നു. രാജാ പോയി വണ്ടി എടുത്തേ. വാസുട്ടിണ്ണ വണ്ടി കയറിക്കേ. പോയേ അച്ഛാ, അയാളെ കൊണ്ടുപോയി എനിക്ക് വയ്യ. മഴയാണ്. ഓ, ഇത് അവന്റെ വണ്ടിയാ. ഹിന്ദി പറഞ്ഞാലും മലയാളം പറഞ്ഞാലും ഞങ്ങൾ ഈ വണ്ടിയെ കയറില്ല. ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചോളാം. ഒരു റിട്ടയർഡ് പട്ടാള മേധാവിയോടെ ഈ ചെക്കൻ അഹങ്കാരം കാണിച്ചു. അതൊക്കെ അറിയാതെ സംഭവിച്ചു പോയതാണ് പട്ടാളം. ഇവൻ എന്റെ മകനാ. അതിശേ, ഇവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. സാറും കുടുംബവും വണ്ടിയിലോട്ട് കയറിയാട്ടെ. ഇതുപോലെ 3-4 തന്നെ കൂടെ കിട്ടുവോ? അതെന്തിനാ സാറേ? നേരത്തെ നിർത്തി വെടിവെക്കാൻ. അത് പണ്ട്. ആ ഉണ്ട്, ഇനി പൊട്ടില്ല സാറേ. സാറ് വണ്ടിയിലോട്ട് കയറിയാട്ടെ. അച്ഛാ, അച്ഛന് വേറെ പണിയില്ലേ? ഞാൻ പോവോ? കണ്ടോ അവന്റെ അഹങ്കാരം? കണ്ടോ? ഓക്കെ, അഹങ്കാരം ഇവനാണല്ലോ. വണ്ടിക്കല്ലോ. വണ്ടി താനും ഓടിക്കോ? അപ്പൊ നിന്നാ പോരെ, കുഴിയുണ്ടോ? ആ ലോ ഗാഡി മേ ബൈഠോ. ഓ, ഇപ്പൊ ഹിന്ദി നന്നായിട്ട് വരുന്നു. മോനെ ഒന്നിറങ്ങ. ഞാൻ ചില സമയം നിന്റെ അനിയനാകും, ചേട്ടനാകും, കൂട്ടുകാരനാകും. വളരെ കുറച്ച് സമയം അച്ഛനാകും. ഇപ്പൊ അച്ഛനാ, മുൻകോപിയായ അച്ഛൻ. ആ പെട്ടിയിലെടുത്ത് തിക്കി വെക്കടാ. നിന്റെ ഏട്ടനാ കിടക്കുന്ന അച്ഛന്റെ മൂത്ത സന്തതി മിണ്ടാപ്രാണിയാ, സൂക്ഷിച്ചോണേ. ഒന്നാഞ്ഞു തള്ളു. ഇതാക്രി വിലക്ക് വിറ്റുവിടേ. താങ്ക് യു ചേട്ടാ. ടൗണിൽ ഏത് വഴി പോയാലും ഈ വണ്ടി കണ്ട ഒന്ന് തള്ളേണ്ടി വരും. ഇന്നൊരു വ്യത്യാസമുണ്ട്. അച്ഛന് പകരം മകൻ. ഇത് കൊണ്ട് കളയാൻ പറഞ്ഞ അച്ഛൻ കേൾക്കില്ല. നാട്ടുകാർ എന്നോട് നിന്നെ കൊണ്ട് കളയാൻ പറഞ്ഞാൽ ഞാൻ കേക്കോടാ എന്നാ അച്ഛൻ ചോദിക്കുന്നു. ശരി ശരി, ഞങ്ങൾ പോയി ഈ 2 ബുൾസൈ അടിക്കട്ടെ. ഓ ശരി ചേട്ടാ. വണ്ടി വിട്ടോ. ഈ വണ്ടി ഇപ്പൊ എങ്ങോട്ടും പോവില്ല. ഞാൻ വീട്ടിൽ പോവാ. എനിക്കും വീട്ടിൽ പോവാനാ. അതാ പറഞ്ഞത് വണ്ടി വിടാൻ. ഇത് എന്റെ വീട്ടിലോട്ടാ പോകുന്നത്. വേറെ വണ്ടി വിളിച്ച് പോയാ എന്താ? ചൂടാവാതെ. പാറു, നീ ഇതെവിടുന്ന് പൊട്ടി വീണു? ഞാൻ ഇങ്ങനെ ഏറ്റവും പതുക്കെ പോകുന്നൊരു വണ്ടി തപ്പി നടക്കായിരുന്നു. പഴയൊരു വണ്ടി കണ്ടപ്പോ ഇതാണ് ഐഡിയലെന്ന് തോന്നി. അങ്ങനെ ചാടി കയറിയതാ. കഷ്ടകാലത്തിന് നീ. നിനക്ക് എവിടെ വീട്ടിൽ പോണോ? പക്ഷെ ഇത് എത്ര ദൂരം മര്യാദക്കാരനായിട്ട് പോകുന്നു പറയാൻ എനിക്ക് പറ്റില്ല. അത് സാരല്ല, ഇനി 2 മണിക്കൂറുണ്ട്. കറങ്ങി തിരിഞ്ഞ് എന്നെ 7 മണിക്ക് വീട്ടിൽ എത്തിച്ചാ മതി. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചലിക്കാം. നീ ഇറങ്ങി മുമ്പിലോട്ടിരി. നിന്നെ ശരിക്കും ഞാനൊന്ന് കാണട്ടെ. നമ്മൾ കണ്ടിട്ട് ഇപ്പൊ 1 വർഷമായി കാണും അല്ലേ? ആ ശരിയാ. വെറുതെ തമാശക്ക് ഞാനൊരു കഥ പറയാം. എന്താ ഇത്? പണ്ട് പ്രേം നസീറിന്റെ ഒക്കെ സിനിമയിൽ കാണുന്ന പോലെ പഴയ സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നു. ഒരുമിച്ച് ഒരു കാറിൽ യാത്രയാവുന്നു. ഒരു കൊടുങ്കാറ്റിൽ വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആവുന്നു. ഒപ്പം ഇടി വെട്ടിയുള്ള മഴയും. പെട്ടെന്ന് റാന്തലുമായി ഒരു വാച്ച്മാൻ വരുന്നു. അയാളോട് താമസിക്കാൻ സ്ഥലം കിട്ടുമോ എന്ന് ചോദിക്കുന്നു. ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് അയാൾ പറയുന്നു. ബോംബല്ല മോളെ, ബ്രേക്ക് ഡൗൺ ആവുന്നതിന് മുമ്പുള്ള സിഗ്നലാ. കഥയുടെ തുടക്കത്തിൽ പറഞ്ഞത് സംഭവിച്ചു. ഇനി എന്ത് ചെയ്യും? ഇനി ഇവൻ എങ്ങോട്ടെങ്കിലും തള്ളി മാറ്റിയിടാം. ഇനി നേരെ ഇരട്ടി മഴയും പെയ്ത് ആ വാച്ച്മാൻ കൂടെ വന്ന ആ സിനിമ കഥ പോലെയാവും. പഠിക്കുന്ന കാലത്ത് നീ വലിയ അലമ്പല്ലായിരുന്നു. മനുഷ്യന് മാറ്റം എപ്പോ വേണമെങ്കിലും വരാലോ. ഈ ബ്രേക്ക് ഡൗൺ സ്വന്തം ക്രിയേഷൻ ഒന്നും അല്ലല്ലോ അല്ലേ? അതെന്തിന്? അല്ല, കഥയിൽ പറഞ്ഞ പോലെ ഇതാ ഒരു ഗസ്റ്റ് ഹൗസ്, അവിടെ ഒരു സിംഗിൾ റൂം, പിന്നെ നിന്റെ ഒരു ഇമ്മോറൽ അപ്രോച്ച്. മതി മതി, ഇത് പെമ്പിള്ളേരുടെ ഒരു ചീപ്നെസ്സാ. കൂടുതൽ ചിന്തിച്ച് വിഷമിക്കണ്ട. ഞാൻ അച്ഛനെ വിളിക്കാം. പെട്ടെന്ന് എത്താൻ പറയാം. എന്താ മോനെ, നിന്റെ ഏട്ടനെ കൊണ്ട് നീ വീട്ടിലെത്തിയോ? അല്ല, ഒരു കാട്ടിലാ എത്തിയത്. അച്ഛനത് എവിടെയാ? പെട്ടെന്ന് വാ. ഞാനൊരു സവാരി വിളിച്ചോണ്ട് പോന്നതാ. വഴിക്ക് വെച്ച അച്ഛന്റെ മൂത്ത മോനൊരു ബോധക്ഷയം. അല്ല, ചത്തെന്നാ തോന്നുന്നു. എന്നാ പിന്നെ ഒരു രാത്രി നീ എവിടെ കഴിച്ചു കൂട്ട്. അച്ഛനാ ഒരു കോഴിക്കോട്. ഹലോ, ഒന്ന് പതുക്കെ പറ. മറ്റന്നാളെ വരൂ. നല്ല മോനല്ലേ, അച്ഛനോട് സഹകരിക്ക്. അയ്യോ അച്ഛാ, എന്റെ കൂടെ ഉള്ള ഒരു പെൺകുട്ടിയാ. അപ്പൊ മോനെ, നിന്റെ മാനം പോകാതെ സൂക്ഷിച്ചോണം. ദൂരോട്ട് മാറി നിന്നാ മതി, അല്ല നിന്നെ കയറി പിടിക്കും. അച്ഛനിത് എന്താ ഈ പറയുന്നത്? കോഴിക്കോട് കളഞ്ഞിട്ട് പെട്ടെന്ന് വാ. അത് പറ്റാത്ത കാര്യമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ, സഹകരിക്കുന്ന കൊച്ചാണെങ്കിൽ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക. പിന്നെ ഒരു രാത്രി സുഭിക്ഷമായിട്ട് കഴിയാവുള്ളത് ഞാൻ കാറിനകത്ത് കരുതിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ മോനെ, എൻജോയ്.
പേർക്കും കൂടി പുതച്ച് കിടക്കാനെന്നായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അയ്യേ, അച്ഛൻ്റെ ഒരു കാര്യം. ഇനിയെന്താ? ഇതായിരിക്കില്ല. എങ്കിൽ ഞാൻ അച്ഛനെ വെറുക്കും. അതൊരു കോൾ തന്നെയായിരുന്നോ അതോ ഒരു ക്രിയേഷൻ ആണോ? കൂടെ സുന്ദരിയായ ഒരു പെണ്ണുള്ളപ്പോ? അയ്യടി മനമേ, എന്റെ ഇനോവ കാറിൽ കയറുന്ന പെമ്പിള്ളേരെ വെച്ച് നോക്കുമ്പോഴേ നീ വെറും കൊരങ്ങ. ഒരു കല്യാണ ഓട്ടൊക്കെ പോയാലേ നല്ല കിളി പോലത്തെ പെമ്പിള്ളേർ ഇരിക്കുന്നേ മടിയില്ല, അതും മണിക്കൂറുകളോളം. ടാക്സി ഡ്രൈവർമാരുടെ യോഗം ഒന്ന് വേറെ അടി. ശരി, വീണ്ടും ഒരു തറച്ചിന്ന് നിന്റെ മനസ്സിൽ വന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ പാക്ക് ചെയ്തേക്കാം. ഹലോ, ഓട്ടോ സ്റ്റാൻഡ് അല്ലേ? വാ, മേഡം ഇറങ്ങിയാലും. എന്നെ പെണ്ണ് കാണാൻ വന്നവരാ, ഒരു അമേരിക്കൻ ടീം. എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാ ലേറ്റ് ആയിട്ട് വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞത്. അവരൊക്കെ പോകുന്നതേ ഉള്ളൂ, നീയും കൂടെ ഒന്ന് വരണേ. അച്ഛനോട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയ കാര്യം ഒന്ന് പറയണം, ഇല്ലെങ്കിൽ അച്ഛനെ കൊല്ലും. ഹലോ, നീ ഒന്ന് കൂടെ വരുമോ? അത് വേണ്ട. ഒരു പെണ്ണിനെ കൊണ്ടുപോയി പഴപ്പിക്കാൻ നോക്കി ഈ വൃത്തികെട്ടവൻ വന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഓ സോറി സോറി സോറി. പോരെ, കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? സൂക്ഷിക്കണേ മോനെ, അവള് കയറി പിടിക്കുന്നു. അത്രയ്ക്ക് നല്ല മോനായത് അറിയോ? ആ അച്ഛൻ എന്ന് കാണാൻ പറ്റുമോ? എന്തിനാ? സ്നേഹത്തോട് രണ്ട് തെറി പറയാനാ. പെൺകുട്ടികളെ കുറിച്ച് ആൾ ഇങ്ങനെയാണോ തിരിച്ചു വെച്ചിരിക്കുന്നത്? സാജ, ഒന്ന് വാടാ, അച്ഛനോട് സംസാരിക്കടാ. ഗൗളി, ഗൗളി എണിച്ചു വാടാ. എന്താടി നീ ലേറ്റ് ആയെന്ന് ചോദിക്കാനല്ല പോകുന്നത്, ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറയാനാ പോകുന്നത്. അച്ഛാ, എന്നെ തല്ലിക്കോ, ഞാൻ കൊണ്ടോളാം. ഇപ്പോഴല്ല, പിന്നീട്. ഇതെന്റെ കൂടെ പഠിച്ചതാ സാജൻ. ഇവന്റെ മുന്നേ വെച്ച് ചീത്ത വിളിക്കാതിരുന്നാ മതി. ക്ലാസ്മേറ്റ് ആണെന്ന് അറിയാതെയാണ് പാർവതി എന്റെ വണ്ടി വിളിച്ചത്. അതുകൊണ്ടാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയത്. അല്ല, അതിപ്പോ അല്ലെങ്കിലാവും. പിന്നീട് കുറെ ചിന്തിച്ചാണ് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചത്. അയാൾക്കാണെങ്കിൽ ഭൂലോക ജാട. സഹിച്ച് ഞങ്ങൾ ഇതുവരെ എത്തി. പിന്നെ കല്യാണത്തിന് മുമ്പേ പെണ്ണ് കാണാൻ വന്നവർ പോയിട്ടേ എത്താവൂ എന്ന് പാർവതി പെണ്ണ് കാണാൻ വന്നവർ പോകുന്നതിന് മുൻപേ എത്തണമെന്ന് പാർവതി പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. പാറുമോള് പറഞ്ഞൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ മോനിനി പൊയ്ക്കോ. വലിയ ഉപകാരം. താങ്ക് യു. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിക്ക് നിന്നെ അകത്തോട്ട് വിടണോ വേണ്ടോന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണോ? അതെ. എങ്കിലൊരു ചെറിയ മാറ്റം വരുത്താനുണ്ട്. ഇപ്പൊ ടൈം 8:30, എന്റെ ഡിന്നർ ടൈമാണ്. നമുക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. വന്നോളൂ. വരൂന്നേ, ചെല്ലൂന്നേ. ഒറ്റ